പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന കാരുണ്യവാനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണാമയനായ ഈശോനാഥന്റെ മുന്നിൽ ആയിരിക്കുന്ന ഈ മണിക്കൂറിൽ നമ്മളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് അകന്നു പോയപ്പോഴും ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ അവിടുന്ന് അകന്നിരുന്നപ്പോഴും അവിടുത്തെ സ്നേഹത്താലും കാരുണ്യത്താലും നമ്മളെ തേടി വന്നവനാണല്ലോ ഈശോനാഥൻ. അവിടുത്തെ കുരിശുമരണത്തിലൂടെ നമ്മളെ പാപത്തിൽ നിന്ന് അവിടുന്ന് ഉയർത്തി. അങ്ങ് കാണിച്ച കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ അങ്ങയുടെ കുരിശുമരണം. അങ്ങ് കാണിച്ച കാരുണ്യത്തിൻ്റെ നിരവധി അനുഭവങ്ങളും അടയാളങ്ങളും നിരവധിയുണ്ട് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ. പാവത്താൽ മുറിവേറ്റ നമ്മളെ അവിടുന്ന് അവിടുത്തെ കരങ്ങളാൽ ചേർത്ത് പിടിച്ചു. പാവത്തിൻ്റെ ഇരുളേടിയ താഴ്വരയിലൂടെ നമ്മൾ നടന്നപ്പോഴും അവിടുന്ന് പ്രകാശമായി നമ്മൾ കൂടെ അവനുണ്ടായിരുന്നു. ഇരുട്ടിൽ പ്രകാശമായി, രോഗങ്ങളിൽ സൗഖ്യമായി, ബുദ്ധിമുട്ടുകളിൽ സഹായമായി എന്നും നമ്മോട് കൂടെ നമ്മുടെ കാരുണ്യവാനായ ഈശോ കൂടെ ഉണ്ടായിരുന്നു. എണ്ണമില്ലാത്ത ഈ നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചുരിഞ്ഞ കാരുണ്യവാനായ ഈശോനാഥനെ നമുക്ക് പാടി സ്തുതിക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. കരുണയുടെ ഈ മണിക്കൂറിൽ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്
ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴി തെറ്റിയതിനെ അന്വേഷിച്ച് പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കാണാതായ ആടിൻ്റെ ഈ ഉപമയിൽ ആട്ടിടയൻ തൻ്റെ 100 ആടുകളിൽ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ അന്വേഷിച്ച് പോവുകയാണ്. ഇവിടെ ആട്ടിടയൻ കാണാതാകാത്ത 99 വാല്യൂ കാണാതെ പോയ ആടിന് അവൻ കൊടുക്കുകയാണ്. ഇവിടെ ആട്ടിടയൻ നമ്മുടെ ഈശോനാഥനാണ്. കാണാതായ ആട് നമ്മൾ ഓരോരുത്തരും. ഈ ഭൂമിയിലൂടെ ഈശോനാഥൻ നമ്മളോട് പറയുകയാണ്, ദൈവരാജ്യം നമുക്ക് ഏവർക്കും പ്രാപ്യമാണ് എന്ന്. ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോയവർക്ക് പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമാണ്. ഒരു പാപി തന്നിലേക്ക് മടങ്ങി വരുമ്പോൾ, ഒരു പാപി മാനസാന്തരപ്പെട്ട് തന്നിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം എത്രമാത്രം സന്തോഷവാനാണ് എന്ന് ഈ ഉപമ നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഈ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുക, കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഏതൊരു പാപിക്കും ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചാൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വെളിപാടിലൂടെ വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ പാപികൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കട്ടെ. മറ്റാരെയേക്കാൾ അവർക്കാണ് ദൈവത്തിൻ്റെ കരുണയുടെ ആഴങ്ങളിൽ ശരണപ്പെടുവാനുള്ള ഏറ്റവും വലിയ അവകാശം. പാപങ്ങൾ ഏറ്റുപറയുന്നവനോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ഈശോനാഥൻ. ഇത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഫരിസേയൻ തന്നെ പുകഴ്ത്തി ദൈവത്തിന് മുമ്പിൽ പറയുമ്പോൾ, ചുങ്കക്കാരൻ തൻ്റെ പാവങ്ങളുടെ കറകൾ കാരണം സ്രോതത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും കഴിയാതെ പാപിയായി എന്നെ കനിയണമേ എന്ന് അവിടത്തേക്ക് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും അവിടുത്തെ മുമ്പിൽ എളിയവരായിരിക്കുക. ഈശോനാഥൻ തൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മളോട് കാണിച്ച കരുണ മറ്റുള്ളവരോട്ടും പകർന്നു നൽകണം. നമ്മൾ പാപികളായിരുന്നിട്ടും നമ്മളെ തേടി വരുന്നവനാണല്ലോ ഈശോനാഥൻ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നമ്മുടെ ഈശോനാഥൻ. ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മളിലേക്ക് കാണിച്ച കാരണത്തെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് കരുണ്യവാനായ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും